നമ്മളൊരു പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങുകയാണെങ്കിൽ അത് തുടക്കത്തിൽ വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും. എന്നാൽ നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഫോൺ വളരെ സ്ലോ ആകാൻ തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പിന്നെ നമ്മൾ ഫോണിൽ ടച്ച് ചെയ്യുമ്പോഴെല്ലാം ആ ടച്ചിനോട് പെട്ടെന്ന് പ്രതികരിക്കാതെ അല്പം ലാഗായിട്ട് അതിനോട് പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത്തരം അവസരങ്ങളിൽ പലരും സ്വന്തം ഫോണിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫോണിലുള്ള ക്ലീനർ ഉപയോഗിച്ച് ഫോൺ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് യാതൊരു പ്രയോജനം ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു പ്രശ്നത്തിന് ഫലപ്രദമായ ഒരു പരിഹാരം കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓണാക്കി ഇടുക, നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് നമ്മൾ ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് വർദ്ധിക്കുകയുള്ളൂ. ഫോണിൽ തന്നെ സ്റ്റോറേജ് ഫുള്ളായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലെ ടച്ച് ഒന്നും ശരിയായ രീതിയിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിലുള്ള ഇൻബിൽട്ട് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഫയൽ മാനേജർ ഉണ്ട്. അത് ഗൂഗിളിൻ്റെ തന്നെ ഒരു ഫയൽ മാനേജറാണ്. ഈ ഫയൽ മാനേജർ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യേണ്ടതാണ്. ഫയൽസ് എന്ന് പേരുള്ള ഈ ഒരു ഫയൽ മാനേജറാണ് ഗൂഗിളിൻ്റെ ഫയൽ മാനേജർ. ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങുന്ന എല്ലാ ഫോണുകളിലും ഗൂഗിളിൻ്റെ ഈ ഒരു ഫയൽസ് എന്നുള്ള ഈ ഒരു ഫയൽ മാനേജർ ഡിഫോൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ആപ്പുകളൊന്നും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഗൂഗിളിൻ്റെ തന്നെ ഈ ഒരു ഫയൽ മാനേജർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഈ ഫയൽസ് എന്നുള്ള ഈ ഫയൽ മാനേജർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരിക. ഈ ഒരു ഇൻ്റർഫേസിൽ ധാരാളം ഓപ്ഷനുകൾ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. താഴോട്ട് ഒരുപാട് ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാനുള്ളത് ഏറ്റവും മുകളിലായിട്ടുള്ള സി ഓൾ എന്നുള്ള ഒരു ഓപ്ഷനാണ്. ആ ഓപ്ഷൻ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് നമ്മളിവിടെ വരുന്നതാണ്. ഇവിടെ നമുക്ക് ധാരാളം സെക്ഷനുകൾ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ്. ഏറ്റവും മുകളിലായിട്ട് ഓരോരോ സെക്ഷനും നമുക്ക് മാറി മാറി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓരോ സെക്ഷനും സെലക്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം ഫയലുകൾ കാറ്റഗറി തിരിച്ച് താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഈ കൂട്ടത്തിലാണ് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ആവശ്യമില്ലാത്ത ചില ടെമ്പ് ഫയലുകളും വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഫയലുകളൊക്കെയാണ് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുകയും ഫോണിലെ ടച്ച് റെസ്പോൺസ് ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിൽ വന്ന് കിടക്കുന്ന ടെമ്പ് ഫയലുകളാണ്. ഈ ഫയലുകളെയാണ് നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ടത്. അങ്ങനെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി ക്ലീൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു കൂട്ടത്തിൽ വന്ന് കിടക്കുന്ന ലിങ്ക് എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിൽ വന്ന് കിടക്കുന്ന ഫയലുകളെല്ലാം നമ്മുടെ വാട്സാപ്പിൽ വന്ന് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള മറ്റുള്ളവർ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ ലിങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയലുകളാണ് വന്ന് കിടക്കുന്നത്. ആ ഫയലുകളെ നമുക്കിതുപോലെ കാണാവുന്നതാണ്. ഫോണിൻ്റെ യാതൊരു ഉപകാരവുമില്ലാത്ത ഇത്തരം ഫയലുകൾ നമുക്ക് എല്ലാം ഒരേപോലെ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് വർദ്ധിക്കുന്നതാണ്. ഈ കൂട്ടത്തിലെ ഒരു ഫയൽ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന 3 ഡോട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് സൈഡിലായിട്ട് ഒരു മെനു ബാർ വരുന്നതാണ്. അതിൽ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഫയൽ ഇൻഫോ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ സെലക്ട് ചെയ്തിരിക്കുന്ന ഫയൽ ഏത് സൈസ് ഫയലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് ഈ ഒരു ഫയൽ ലിങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫയലാണ്. നമ്മുടെ വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകളുടെയൊക്കെ ലിങ്കാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കി നമുക്ക് ആവശ്യമുള്ള ഫയലാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഫയലാണെങ്കിൽ നമുക്ക് ഈ ഫയലുകൾ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫയൽ നമുക്ക് യാതൊരു കാരണവശാലും ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫയലുകളെല്ലാം നമുക്കൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫയലുകളെല്ലാം ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യാനായിട്ട് എല്ലാം ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഇതുപോലെ ഓരോ ഫയലുകളും നമ്മളിവിടെ സെലക്ട് ചെയ്യുക. എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ എല്ലാം ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്പേസ് ഒരുപാട് വർദ്ധിക്കുന്നതാണ്. ഫോണിന് നല്ല സ്പീഡും ലഭിക്കുന്നതാണ്. അങ്ങനെ ഫോണിൻ്റെ പെർഫോമൻസ് വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ഇതുപോലെ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. അങ്ങനെ എൻ്റെ ഫോൺ നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി താഴെ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഞാനൊരു 15 ഫയൽസാണ് ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം താഴെയുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അത് താൽക്കാലികമായിട്ട് ഒരു ബോക്സിലേക്ക് ഡിലീറ്റ് ആയിട്ട് പോകുന്നതാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ക്ലീൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫയലാണ് ടെമ്പ് ഫയലുകൾ. അതും നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ മുകളിലത്തെ ഓരോ കാറ്റഗറി അനുസരിച്ച് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ള ടെമ്പ് ഫയലുകൾ നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കത് ആ ഫയലുകളെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതാണ്. അപ്പോൾ നമ്മളൊരു ട്രഷ് എന്നുള്ള ഒരു ഫോൾഡറിലേക്ക് ഈ ഒരു ഫയലുകളെല്ലാം പോകുന്നതാണ്. ആ ഫയലുകൾ അവിടെ നിന്ന് ചെന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടതാണ്. ഇപ്പോൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫയലുകളെല്ലാം ടെമ്പ് ഫയലുകളാണ്. നമുക്കത് ഓരോന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്കത് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ഇത്തരം ഫയലുകളാണ് നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിനെ വളരെയധികം ബാധിച്ച് ടച്ച് റെസ്പോൺസ് ഇല്ലാതാക്കി മാറ്റുന്നത്. അപ്പോൾ നമ്മളിവിടെ ഡിലീറ്റ് ചെയ്യുന്ന എല്ലാ ഫയലുകളും നേരെ ട്രഷറിലേക്ക് പോകുന്നതാണ്. ആ ട്രഷറിൽ ചെന്ന് നമുക്ക് അവിടെ ക്ലീൻ ചെയ്യേണ്ടതാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാ ഫയലുകളും ഡിലീറ്റ് ചെയ്യാൻ നിന്നാൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടും എന്നുള്ളതുകൊണ്ട് ഞാൻ എല്ലാ ഫയലുകളും ഡിലീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ട്രഷറിലേക്ക് പോകാം. ഇവിടെ ഫയൽ മാനേജർ ആദ്യം തൊട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് 3 ലൈൻസ് കാണാവുന്നതാണ്. ആ ഒരു ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ട്രഷർ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ക്ലീൻ എന്നുള്ളൊരു ഓപ്ഷനാണ്. രണ്ടാമത്താണ് ട്രഷ് എന്നുള്ള ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ആ ഓപ്ഷനിലാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത എല്ലാ ഫയലുകളും വന്ന് കിടക്കുക. അവിടെ നിന്നും കൂടെ ഡിലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഫോണിൻ്റെ മെമ്മറിയിൽ നിന്ന് അത് പൂർണ്ണമായിട്ടും മാറുകയുള്ളൂ. അപ്പോൾ അവിടെ കൂടെ നമ്മളിന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമ്മുടെ ഫോൺ വളരെ ക്ലീൻ ആകുകയും സ്മൂത്തായിട്ട് വളരെയധികം സ്പീഡിൽ നമ്മുടെ ടച്ചിന് ഓരോന്നും പെട്ടെന്ന് തന്നെ അതിന് റെസ്പോൺസ് ലഭിക്കുന്നതുമാണ്. വളരെ സ്മൂത്തായിട്ട് നമ്മുടെ ഫോൺ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ കാണുന്ന എല്ലാ ഫയലുകളും ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്. ആ ഡിലീറ്റ് ചെയ്ത ഫയലുകൾ ഈ ട്രഷ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നിന്നും ഇവിടെ ക്ലീൻ ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഫോൺ മെമ്മറി ഫ്രീ ആവുകയുള്ളൂ. അതും കൂടെ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോൺ നമുക്ക് വളരെ സ്മൂത്തായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ആയിട്ടുള്ള ഈ ഫയലുകളെല്ലാം നമുക്കിവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ആക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. അതിനായിട്ട് ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ഒരു ഡോട്ട് ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം എല്ലാ ഫയലുകളും ഒരുമിച്ച് സെലക്ട് ആകുന്നതാണ്. അപ്പോൾ അതോടുകൂടി നമുക്ക് ഈ ഫയലുകളെല്ലാം ഒറ്റ ക്ലിക്കിൽ തന്നെ എല്ലാ ഫയലുകളും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനു മുമ്പായിട്ട് ഈ ഫയലുകളെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫയലുകളാണോ എന്ന് നമ്മൾ പരിശോധിക്കുക. നമുക്ക് വേണ്ടപ്പെട്ട ഫയലുകളാണെങ്കിൽ ആ ഫയലുകൾ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ഫോണിൻ്റെ മെമ്മറിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ എല്ലാവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അതോടൊപ്പം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്